പ്രിയപ്പെട്ട ജോൺ, നിന്റെ സുഹൃത്ത് റോബർട്ടിന്റെ നില ദിനം പ്രതി വഷളാവുകയാണ്. എനിക്ക് പേടിയാവുകയാണ്. നീ ഒന്ന് വേഗം വരണം എന്ന് അങ്കിൾ വിൽഫ്രഡ്. അമേരിക്കയിലെ ഒരു പ്രമുഖ പത്ര ഓഫീസിലെ റിപ്പോർട്ടറായിരുന്നു ജോൺ ജെയിംസ്. സാർ, എനിക്ക് അർജന്റായി ഒരു ലീവ് വേണം. ചിക്കാഗോയിൽ പോകേണ്ട ഒരു ആവശ്യമുണ്ട്. എന്ത് പറ്റി ജോൺ? യുദ്ധം അവസാനിച്ചതുകൊണ്ട് നമുക്കും ഇനി ജോലി കുറവാണെന്ന് വിചാരിച്ചാണോ ലീവ്? ഇല്ല സാർ, ഇനി ഒരു മൂന്നാം ലോക മഹായുദ്ധം കൂടി ഉണ്ടാകരുത് എന്നാണ് എൻ്റെ പ്രാർത്ഥന. ജർമ്മനി തകർന്നു പോയില്ലേ? ഇപ്പോൾ എല്ലാം പൂർവ്വസ്ഥിതിയിലാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുകയല്ലേ? യെസ്. യുദ്ധം അവസാനിച്ചപ്പോൾ എല്ലാ പത്രങ്ങളും ഒരു ആർത്തനാദം പുറപ്പെടുവിച്ചു. ഇത്രയും നാൾ ചവച്ചു തുപ്പാൻ ആവശ്യത്തിന് വാർത്തകളുണ്ടായിരുന്നല്ലോ. ഹിറ്റ്ലറുടെ മരണവും യുദ്ധാവസാനവും എല്ലാം പത്രക്കാർ ശരിക്കും ആഘോഷിച്ചു. അവസാനത്തെ ആളിക്കത്തൽ. ഇനി തന്നെ പോലുള്ള സീനിയർ റിപ്പോർട്ടർമാർ റെസ്റ്റ് എടുത്തോ. ഇനി റിപ്പോർട്ട് ചെയ്യാനുള്ളത് നാട്ടിൽ നടക്കുന്ന പിടിച്ചുപറിയും മോഷണങ്ങളുമാണ്. എല്ലാ പത്രങ്ങളും അതിൻ്റെ പിന്നാലെ ആയിരിക്കും. അതിനിവിടെ പിള്ളേരുണ്ടടോ. പിന്നെ തനിക്ക് ഞാൻ എങ്ങനെയാ ലീവ് തരാതിരിക്കുക? താൻ ഈ കമ്പനിയുടെ നെടുംതൂണല്ലേ. ആട്ടെ, എന്തു പറ്റി? സാർ, എൻ്റെ ഒരു സുഹൃത്തുണ്ട്, റോബർട്ട്. അയാളുടെ മാനസിക നില കൂടുതൽ വഷളായിരിക്കുന്നു. റോബർട്ടിൻ്റെ ഫാദറിൻ്റെ കത്ത് വന്നു. എന്നോട് അത്യാവശ്യമായി ചെല്ലാമെന്ന് ആവശ്യപ്പെട്ടിരിക്കുക. വാട്ട്? അയാൾക്ക് എന്താണോ സംഭവിച്ചത്? രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ സമയത്ത് US-ലെ വിദഗ്ധനായ നേവി ഡൈവർ ആയിരുന്നു. ഇത്തരത്തിലൊരു ഓപ്പറേഷൻ്റെ ഭാഗമായി ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് അയാൾക്ക് ഈ അത്യാഹിതം സംഭവിച്ചത്. അന്ന് യുദ്ധം നടന്നിരുന്ന സമയമായിരുന്നതുകൊണ്ട് കത്തിടപാടുകൾ ഉണ്ടായിരുന്നില്ല. പിന്നെ അറിയുന്നത് 2 ദിവസം മുമ്പാണ്. അന്നാണ് റോബർട്ടിൻ്റെ അച്ഛൻ്റെ കത്ത് വന്നത്. ആ സമയത്ത് റോത്ത് സ്ട്രീറ്റിൽ നടന്ന ഒരു കൊലപാതകത്തിൻ്റെ ഭാഗമായി എനിക്ക് ധാരാളം ജോലികൾ ഉണ്ടായിരുന്നു സാർ. അതുകൊണ്ട് മറുപടി അയക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് പോയേ പറ്റൂ സാർ. ചെറുപ്പത്തിൽ ഒരുമിച്ച് കളിച്ചു വളർന്നവരാണ്. ഒരുപക്ഷെ ഞാൻ ചെല്ലുമ്പോൾ അയാൾക്ക് ആശ്വാസമാകും. ഓക്കെ, തീർച്ചയായും താൻ പോയി വാടോ. ജോൺ റോബർട്ടിൻ്റെ വീട്ടിലെത്തി. അങ്കിൾ, അദ്ദേഹം അവിടെ ഉണ്ട്. അങ്കിൾ, ഐ ആം സോറി. റോബർട്ട്. അതെ ജോൺ, എല്ലാം കഴിഞ്ഞു. അവൻ്റെ ശവമടക്ക് ഇന്നായിരുന്നു. തലേ ദിവസം അവൻ പറഞ്ഞത് അത് ഇപ്പോഴും എൻ്റെ കൂടെ തന്നെ ഉണ്ടെന്നാണ്. എന്താണെങ്കിൽ? അറിയില്ല. അവൻ്റെ ഉറക്കം കളയുന്ന എന്തോ ഒന്ന്. അത് തന്നെയാകും അവനെ ഇത്തരത്തിലുള്ള ഒരു കടുംകൈ ചെയ്യാൻ പ്രേരിപ്പിച്ചത്. പറയൂ അങ്കിൾ, റോബർട്ടിന് എന്താണ് സംഭവിച്ചത്? അവൻ്റെ കൂടെ നാവികസേനയിൽ ഉണ്ടായിരുന്ന ഒരു സുഹൃത്താണ് എന്നോടെല്ലാം പറഞ്ഞത്. അന്ന് 45 ഏപ്രിൽ മാസത്തോടെ സെക്കൻഡ് വേൾഡ് വാർ അവസാനിക്കുന്ന സമയം. കിഴക്കൻ സഖ്യത്തെ പടിഞ്ഞാറൻ സഖ്യം തകർക്കുന്ന സമയം. യുദ്ധം തുടങ്ങി വെച്ചവർ വിധിക്ക് കീഴടങ്ങിയ നിമിഷം. ഹിറ്റ്ലറുടെ ബെർമാറ്റ് ആർമി ജർമ്മനിയിൽ ആകമാനം തോറ്റ് തുന്നം പാടുകയായിരുന്നു. നിരവധി സൈനികർ അന്ന് കീഴടങ്ങി. ഒരിക്കൽ ഏതൊരു രാജ്യത്തെയും ശാസ്ത്രീയപരമായും സാങ്കേതികപരമായും നേരിട്ടിരുന്ന ഒരു രാജ്യത്തിൻ്റെ നാണം കെട്ട അന്ത്യമായിരുന്നു അത്. ഏപ്രിൽ 10 അമേരിക്കയുടെ 84-ാം കാലാൾപ്പട ഡിവിഷൻ സെവർ നദി മറികടന്ന് ഹാനോവർ പട്ടണം പിടിച്ചെടുത്ത സമയം. സാർ, ഇവിടെ മുഴുവൻ സഖ്യസേനയുടെ ബോംബാക്രമണത്തിലെല്ലാം നശിച്ചിരിക്കുകയാണ് സാർ. അവിടെ വെച്ചും വളരെ കുറച്ച് നാസി പട്ടാളക്കാരുമായി അമേരിക്കൻ സൈന്യം ഏറ്റുമുട്ടിയെങ്കിലും നാസികളെ തുരത്തി ഓടിക്കാൻ അവർക്ക് കഴിഞ്ഞു. സഖ്യസേന അവിടെ ഒരു വെളുത്ത പതാക നാട്ടി. അവിടെ അവശേഷിച്ചിരുന്ന ചില നാസികൾ US ആർമിക്ക് മുമ്പിൽ കീഴടങ്ങി. ബാക്കിയുള്ള നാട്ടുകാർ അവർക്ക് മുമ്പിൽ കീഴടങ്ങുകയോ അഭയം പ്രാപിക്കുകയോ ചെയ്തിരിക്കാം. ഹാനോവറിൽ നിന്ന് 20 മൈൽ വടക്ക് കിഴക്കോട്ട് പോയാൽ നിരവധി പട്ടണങ്ങളുണ്ട്. അതിൽ ഒന്നായിരുന്നു സെല്ല. അന്നവിടെ ഒരു നോയസ് റാത്തോസ് ഉണ്ടായിരുന്നു, ഒരു ടൗൺ ഹാൾ. അവിടെ വെച്ചാണ് ഈ അത്യാഹിതം നടന്നതെന്ന് പറയപ്പെടുന്നു. നോക്കൂ സാർ, നഗരത്തിൻ്റെ 90% യുദ്ധത്തിൽ തകർന്നു. എന്നിട്ട് ഈ റാത്തോസിനൊന്നും സംഭവിച്ചിട്ടില്ല സാർ. നമ്മുടെ സൈന്യത്തിന് ആശ്വസിക്കാം മിസ്റ്റർ ബ്രൂസ്. ഇത് റഷ്യൻ ഭരണകൂടം നിർമ്മിച്ച ടൗൺ ഹാളാണ്. 300 മുറികളുണ്ട്. 1200 സൈനികർക്കെങ്കിലും സുഖമായി ഇവിടെ പാർക്കാം. സാർ,
യുദ്ധത്തിൽ ഇത് ജർമ്മൻ പട്ടാളത്തിൻ്റെ ഒരു ബാരക്കാണ്. അവർ ഈ കെട്ടിടത്തിൻ്റെ അകത്തും ബങ്കറുകൾ കുഴിച്ചിട്ടുണ്ടാകും. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഇവിടെ പരമസുഖം. ഓഫീസേഴ്സ്, ഇന്ന് നമ്മളിവിടെ തങ്ങുന്നു. സർ. കമാൻഡർ ബ്രയാൻ ഹെറോപ്സ് അതീവ സന്തുഷ്ടനായി. കേട്ടോ ബ്രൂസ്, ഇത്ര സുഖപ്രദമായ ഒരു സ്ഥലം ഞാൻ കണ്ടിട്ടേയില്ല. മുമ്പൊക്കെ ശവങ്ങൾക്കിടയിൽ ചെലവഴിച്ച ദിനങ്ങളായിരുന്നു. അല്പം കഴിഞ്ഞാണ് ഒരു സൈനികൻ വന്ന് ആ വിവരം പറയുന്നത്. സർ, താഴെയുള്ള അറകളിൽ വെള്ളം നിറഞ്ഞിരിക്കുകയാണ് സർ. എന്ത്? അതെ സർ. വരൂ, ഇതാ നോക്കൂ സാർ. തീർച്ചയായും ഇതിനുള്ളിൽ എന്തോ രഹസ്യങ്ങൾ നാസികൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഭൂമിക്കടിയിൽ വേറെ രഹസ്യ സങ്കേതങ്ങൾ ഉണ്ടാകും. അല്ലെങ്കിൽ ഒരുപക്ഷെ കീഴടക്കിയ രാജ്യങ്ങളിൽ നിന്ന് കൊള്ള ചെയ്ത സ്വർണങ്ങൾ, രത്നങ്ങൾ, അങ്ങനെ എന്തുമാകാം ഒളിപ്പിച്ചിരിക്കുന്നത്. അമേരിക്കയിലെ മികച്ച പരിശീലനം ലഭിച്ച 3 നേവി ഡൈവർമാരെ അത്യാവശ്യമായി ഇവിടെ എത്തിക്കണം. എന്താണ് ഇതിനുള്ളിൽ ഒളിപ്പിച്ചിരിക്കുന്നത് എന്നറിഞ്ഞേ തീരൂ. സാർ. അപ്രകാരമാണ് റോബർട്ടും 2 മുങ്ങൽ വിദഗ്ധരും അവിടെ എത്തിയത്. കമാൻഡർ ഓഫീസർ ബ്രയാൻ അവരോട് കാര്യങ്ങൾ വിശദീകരിച്ചു. മിസ്റ്റർ റോബർട്ട്, ഈ ഭൂമിക്കടിയിൽ ഒരു ബങ്കറാണോ അതോ അതിനേക്കാൾ അധികം ബങ്കറുകൾ ഉണ്ടോ എന്നൊന്നും അറിയില്ല. സംഗതി കുറച്ച് റിസ്ക്കാണ് സാർ. അതുകൊണ്ട് തന്നെ നിങ്ങൾ 3 പേരും ഓക്സിജൻ സ്യൂട്ടുകൾ ധരിച്ച് വെള്ളത്തിലിറങ്ങുന്നതിന് മുമ്പ് നിങ്ങളുടെ 3 പേരുടെയും അരയിൽ നല്ല നീളമുള്ള കയറുകൾ കെട്ടും. കാരണം ധാരാളം ഇടുങ്ങിയ വഴികളുള്ള ബങ്കർ തന്നെയാകും അത്. കരയിൽ നിന്ന് ഞങ്ങൾ കയർ അതിനനുസരിച്ച് വലിച്ചോളാം. ഞങ്ങൾ പരിശോധിച്ചപ്പോൾ ഇതിന് 3 വ്യത്യസ്തമായ വഴികളുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓരോരുത്തരും ഓരോ വഴിയിലൂടെ വേണം പോകാൻ. ഓക്കെ സാർ. അങ്ങനെ അവർ തയ്യാറായി. മറ്റു 2 പേർ അവരുടെ വഴികളിലൂടെയും റോബർട്ട് തൻ്റെ വഴിയിലൂടെയും വെള്ളത്തിൻ്റെ ആഴങ്ങളിലേക്ക് സഞ്ചരിക്കാൻ തുടങ്ങി. അതുതന്നെ 1-ാം നില. എന്നാൽ വാതിൽ തുറന്നപ്പോൾ അവിടെ ഒന്നുമില്ലായിരുന്നു. ഇനി 2-ാം നിലയിലേക്ക് പോകാം. എന്താണിത്? ഈ സെല്ല നഗരം ബ്രിട്ടീഷ് അധിനിവേശ മേഖലയിലാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ തങ്ങുന്നതിന് നമുക്ക് സമയം കുറവാണ് സാർ. ഓക്കെ സാർ. നോക്കൂ സാർ, 2 കയറുകൾ. ഇതിന്റെ അറ്റത്ത് ഡൈവർമാരില്ല സാർ. ആരോ മുറിച്ചു വിട്ടതുപോലെ സാർ. എന്ത്? എന്റെ ദൈവമേ! 3-ാമത്തെ കയറ് മാത്രം വെള്ളത്തിനടിയിലേക്ക് താഴ്ന്നു പോകുന്നുണ്ട് സാർ. മൈ ഗോഡ്! മറ്റു 2 ഡൈവർമാർക്കും എന്താണ് സംഭവിച്ചത്? ഈ സമയം റോബർട്ട് 3-ാമത്തെ നിലയിലെത്തി. അവിടുത്തെ കാഴ്ചകൾ കണ്ട റോബർട്ട് ഞെട്ടി. ധാരാളം മൃതദേഹങ്ങൾ വികൃതമാക്കി കസേരകളിൽ കെട്ടിവെച്ചിരിക്കുന്നു. ഓ മൈ ഗോഡ്! എന്റെ കർത്താവേ, ഞാൻ എന്താണ് ഈ കാണുന്നത്? അങ്ങനെ അവിടെ ആടുകളുടെ തലകൾ വെച്ചുപിടിപ്പിച്ച വേറെയും മൃതദേഹങ്ങൾ റോബർട്ട് കണ്ടു. അപ്പോഴാണ് മൃതദേഹങ്ങൾ വെള്ളത്തിൽ ചലിക്കുന്നതായി അവന് തോന്നിയത്. ശക്തിയുമെടുത്ത റോബർട്ട് മുകളിലേക്ക് നീന്തി. രക്ഷിക്കണേ, രക്ഷിക്കണേ, പ്ലീസ് പ്ലീസ് ഹെൽപ്പ് മീ. മിസ്റ്റർ റോബർട്ട്, എന്തു പറ്റി? നിങ്ങളെന്തോ കണ്ട് പേടിച്ചതുപോലെ. ആദ്യം എന്നെ കരയിലെത്തിക്കൂ സാർ. റോബർട്ടിനെ പിടിച്ചു കയറ്റൂ സാർ. ഇതാണ് ജോൺ, എൻ്റെ റോബർട്ടിന് സംഭവിച്ചത്. സമനില തെറ്റി അവനെ നേവിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തു. അങ്ങനെയാണ് അവൻ ചികിത്സയിലായത്. അങ്കിൾ, പിന്നീട് അവർ അതിലിറങ്ങി പരിശോധിച്ചതായോ മറ്റോ പറഞ്ഞോ? ഇല്ല,
ഇനിയൊരു ജീവൻ കൂടി അപകടത്തിലാക്കാൻ അവർ തയ്യാറല്ലായിരുന്നു. ആ ദൗത്യം കമാൻഡർ ബ്രയാൻ ഹെറോപ്സ് അപ്പോൾ തന്നെ നിർത്തിവെച്ചു. മാത്രമല്ല, സെല്ലെ പട്ടണം ബ്രിട്ടീഷ് അധിനിവേശ മേഖലയാണ്. അതുകൊണ്ട് തന്നെ അവർ ആ സ്ഥലത്ത് ഏതു നിമിഷവും എത്തും. അമേരിക്കൻ സേനയ്ക്ക് സമയവും കുറവാണ്. ഒടുവിൽ അവർ ആ പട്ടണം ബ്രിട്ടീഷ് സേനയ്ക്ക് കൈമാറി. അതിനു മുമ്പ് ഇനിയും ആ രഹസ്യം അന്വേഷിച്ച് ആരും ജീവൻ അപകടത്തിലാക്കാതിരിക്കാൻ അവർ ആ 5 നിലകളും കോൺക്രീറ്റ് ചെയ്തടച്ചു. ഇത് പട്ടാളക്കാർക്കിടയിൽ പാട്ടായി. എങ്കിലും നാട്ടിലെ തൊഴിലില്ലാത്ത ആൾക്കാർ പടച്ചുവിടുന്നതാണെന്നാണ് അവർ പറയുന്നത്. 3-ാമത്തെ നിലയിൽ ഇങ്ങനെയാണ് അവസ്ഥയെങ്കിൽ 4-ലെയും 5-ലെയും അവസ്ഥ എന്തായിരുന്നു? ദൈവത്തിനറിയാം. പക്ഷെ കാണാതായ 2 ഡൈവർമാർക്ക് എന്താവും സംഭവിച്ചത്? ഒരുപക്ഷെ അവർ 4-ാം നിലയിലേക്കോ 5-ാം നിലയിലേക്കോ പോയിട്ടുണ്ടാവുമോ എങ്കിൽ? അതാവാം അവർ തിരിച്ചു വരാത്തതിൻ്റെ കാരണം.